വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിവാഹമോചനം നേടിയവരാണ് മനോജ് കെ ജയനും ഉർവശിയും. ഇരുവരും പുതിയ ജീവിതവുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ഇരുവരുടെയും ഇപ്പോഴും ഒരുമിച്ച് നിർത്തുന്ന ഒരു ഘടകം മകൾ തേജാലക്ഷ്മി എന്ന കുഞ്ഞാറ്റയാണ്. മനോജ് കെ ജയനോ ഉർവശിയോ തങ്ങളുടെ വിവാഹ ജീവിതം സംബന്ധിച്ച് പിഴപ്പലക്കുന്നത് ഇതുവരെ കണ്ടിട്ടുമില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കുഞ്ഞാറ്റയുടെ ആദ്യ സിനിമയുടെ പത്രസമ്മേളനത്തിൽ ഉർവശിയെക്കുറിച്ച് സംസാരിക്കുകയും മനോജ് കെ ജയൻ വിതുമ്പുകയും നമ്മൾ കണ്ടു. മകൾ സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ ആദ്യം അമ്മയെ ചെന്ന് കണ്ട് അനുവാദം വാങ്ങാനാണ് മനോജ് കെ ജയൻ മകളോട് നിർദ്ദേശിച്ചത്. അമ്മ സമ്മതിച്ചാൽ അഭിനയിക്കാം എന്നതായിരുന്നു ആ അച്ഛൻ സ്വീകരിച്ച നിലപാട്. ഉർവശി ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളാണെന്ന് പറയാനും മനോജ് കെ ജയന് രണ്ടു വട്ടം ആലോചിക്കേണ്ടി വന്നില്ല. വിവാഹമോചനം നടന്നപ്പോൾ കുഞ്ഞാറ്റ അച്ഛനൊപ്പമായിരുന്നു. അച്ഛനൊപ്പം വളർന്നുവെങ്കിലും അമ്മയുമായ ബന്ധത്തിൽ ഒരു ഉലച്ചിലും ഉണ്ടായിട്ടില്ല. രണ്ടുപേരും രണ്ടിടത്താണെങ്കിലും അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും ഒരുപോലെ സ്നേഹത്തോടെയും അഭിമാനത്തോടെയുമാണ് കുഞ്ഞാറ്റ സംസാരിക്കുന്നത്. അമ്മയെപ്പോലെ തന്നെ മകളും ഒരു സ്റ്റാറാകുമോ എന്ന ചോദ്യത്തിന് കുഞ്ഞാറ്റ നൽകിയ മറുപടി സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടുകയാണ്. ഒരേയൊരു ഉർവശി മാത്രമേ ഉള്ളൂ. ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് എൻ്റെ അമ്മ. ഞാൻ അതിലും മികച്ചതാവുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. കഴിഞ്ഞ മാസം ചെന്നൈയിൽ പോയപ്പോൾ അമ്മയോട് ചോദിച്ചു, "അമ്മ, ഓരോ സീനുകൾ വരുമ്പോഴും എന്താണ് ചെയ്യേണ്ടതെന്ന്." പുള്ളിക്കാരി ജസ്റ്റ് വന്ന് ഒരു സിറ്റുവേഷൻ കാണിച്ച് അഭിനയിച്ച് തന്നു. ഞാനത് കണ്ട് ഞെട്ടിപ്പോയി. അത്രയും ബ്രില്യൻസ് ആയിട്ടുള്ള നടിയാണ് എന്നാണ് കുഞ്ഞാറ്റ പറഞ്ഞത്. ഉർവശി, മനോജ് കെ എന്നിവരുടെ സമാന കുടുംബ സാഹചര്യമാണ് ദിലീപിനും മഞ്ജു വാര്യനും ഉള്ളതും. ഇരുവരും വിവാഹമോചിതരാണ്. മകൾ മീനാക്ഷി അച്ഛൻ ദിലീപിനൊപ്പമാണ് വളരുന്നത്. എന്നാൽ മഞ്ജു മീനാക്ഷിയും തമ്മിൽ ഉർവശി കുഞ്ഞാറ്റയും തമ്മിലുള്ള പോലുള്ള ഊഷ്മളമായ ബന്ധമുണ്ടോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഇരുവരെയും ഒരുമിച്ച് പൊതുയിടങ്ങളിൽ കാണാറില്ല. ഈയടുത്ത് മാത്രമാണ് മീനാക്ഷിയെ മഞ്ജു വാര്യർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ ആരംഭിച്ചത് പോലും. മാത്രമല്ല, മീനാക്ഷിയുടെ ഗ്രാജുവേഷൻ പോലുള്ള പ്രധാന പരിപാടിയിലൊന്നും അമ്മയായ മഞ്ജു വാര്യരുടെ സാന്നിധ്യം കണ്ടിട്ടില്ല. ദിലീപും കാവ്യമാധവനുമാണ് മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത്. മനോജ് കെ ജയൻ ഉർവശിയെക്കുറിച്ച് സംസാരിച്ചതുപോലെ ദിലീപും ഭാര്യയായ മഞ്ജു വാര്യരെക്കുറിച്ച് സംസാരിക്കുമോ എന്നും സോഷ്യൽ മീഡിയയിൽ ചിലർ ചോദിക്കുന്നു. ചില പ്രതികരണങ്ങൾ നോക്കാം. "ദിലീപ് ഇത് കണ്ടാൽ നന്നായിരുന്നു" എന്നായിരുന്നു ഒരു കമന്റ്. "മനോജ് ഒരിക്കലും ഉർവശിയെക്കുറിച്ച് തൻ്റെ മോളുടെ മനസ്സിൽ വിഷം കുത്തിയിട്ടില്ല എന്നതിൻ്റെ തെളിവാണിത്. എന്നാൽ എല്ലായിടത്തും അങ്ങനെയല്ല" എന്നാണ് മറ്റൊരു കമന്റ്. "ഇത് മീനാക്ഷി കാണുന്നുണ്ട്. ഉർവശി ഭാഗ്യവതിയാണ്. മഞ്ജു മനസ്സിൽ കരയുന്നുണ്ടാകും" എന്നൊരാൾ കുറിച്ചു. അച്ഛൻ്റെ അടുത്തിരുന്ന് അമ്മയെക്കുറിച്ച് ഇത്രയും സന്തോഷത്തോടെ ആ മക്കൾ സംസാരിക്കുകയും അച്ഛൻ അത് കേട്ട് ചിരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. എങ്കിൽ മനോജ് ഏട്ടാ, നിങ്ങൾ സൂപ്പറാണ്. ആ മകളുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള വിഷവും കുത്തിവെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മകളോട് അമ്മയെക്കുറിച്ചുള്ള അവതാരൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യം കാണിക്കുന്നതും. മോളെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്നൊരു മറ്റൊരു കമന്റും. ദിലീപ് ഇതിനൊരു പാഠമാകട്ടെ എന്നും മീനാക്ഷി ഇത് കണ്ട് പഠിക്കട്ടെ എന്നും പറയുന്നവരുണ്ട്.